അനൂപ്, ഇവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പ്രകാരമാണ് ഇപ്പോൾ പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയതും. പിന്നീട് ഇപ്പോൾ അവിടെ സ്ഥലത്ത് എന്താണ് സംഘർഷത്തിനുള്ള സാഹചര്യം? ഇത് രാവിലെ മുതൽ തന്നെ ചിലർ ഈ സമരത്തിലേക്ക് എത്തുകയും അവർ മനഃപൂർവ്വം ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ചെയ്തതിന്റെ കൂടി ഫലമാണ്. അത് ആ രീതിയിൽ ഇപ്പോഴും തുടർന്നു എന്നതുള്ളൂ. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമുണ്ടാക്കുകയും സർക്കാർ തന്നെ ഇടപെടൽ നടത്തി തീരുമാനങ്ങൾ കുടുംബത്തെ അറിയിക്കുകയും മൃതദേഹം മാറ്റാൻ ആവശ്യമായ നടപടികൾ നടത്തിയതുമാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ചിലർ ചേർന്നത് തടസ്സപ്പെടുത്തുകയും മറ്റുമാണ് ഉണ്ടായത്. പോളിന്റെ മൃതശരീരം കൊണ്ടുപോകുന്ന ആംബുലൻസ് വീണ്ടും തടയുകയെല്ലാം ഉണ്ടായി. ഏതായാലും അത്തരം ഒരു സാഹചര്യം തന്നെ അക്രമ ഒരു സംഘർഷ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ ഭയപ്പെടുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും പക്ഷേ നാട്ടുകാർ ഈ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല. അതുമൂലമുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചില സംഘർഷങ്ങൾ ചിലർ വീണ്ടും MLA-മാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടെ നാട്ടുകാർ അവർക്കെതിരെ തിരിയുകയും മറ്റു കേസ് സംഭവങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് ഇവിടെ. ഏതായാലും ആ സാഹചര്യമാണ് പോലീസ് ഇടപെട്ട് ഇപ്പോൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നത്. ശരി, അനൂപാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സിജു കണ്ണൻ കൂടെ ചേരുകയാണ്. സിജു, സ്ഥലത്ത് സംഘർഷ സാധ്യതകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്നുകൊണ്ട് പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സ്ഥലത്ത് വീണ്ടും സംഘർഷ സാധ്യതയാണുള്ളത്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സിജു, കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. MLA-മാർ ഇവിടെ നേരത്തെ പോലീസ് ഇവിടെ സ്ഥലത്ത് നിന്ന് മാറ്റിയിരുന്നു. മാറ്റിയതിനു ശേഷം MLA-മാർ ഇപ്പോൾ തിരിച്ചു പോകാനുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ വീണ്ടും MLA-മാരെ തടയാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം ആളുകൾ അപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ആളുകളാണ് ചിലപ്പോൾ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇടപെട്ടാണ് ഇവിടെ മാറ്റിയത്. പോലീസ് ഇടപെട്ട് പ്രത്യേകം വീട്ടിലേക്ക് മാറ്റിയതിനു ശേഷവും ഇവിടെ ആളുകൾ ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ശരി, കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച പോളിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സ്ഥലത്ത് സംഘർഷ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ മൃതദേഹം കൊണ്ടുപോയി അതിൻ്റെ കൂടെ തന്നെ. എന്നാൽ ഒരു സമയത്ത് അയഞ്ഞ ഒരു സംഘർഷാവസ്ഥ നിലവിൽ ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് തന്നെയാണ് സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾ വീണ്ടും സംഘർഷത്തിലേക്ക് തന്നെയാണ് തിരികെ എത്തുന്നത്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ മരിച്ച പോളിന്റെ സംസ്കാരം പൂർത്തിയാകുമെന്നാണ് വിശദാംശങ്ങൾ സിജു കണ്ണനും അനൂപും നൽകിയത്.